ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബക്കിംഗ്ഹാം പാലസിൻ്റെ മുന്നിലാണ്, ലണ്ടനിലാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് Insta360 X5 എന്നുള്ള 360 ഡിഗ്രി നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ ക്യാമറ കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മൊത്തത്തിൽ നമുക്ക് ആ ഒരു Insta360 X5 കൊണ്ട് റെക്കോർഡ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ലണ്ടനിലുള്ള കുറേ ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മൾ ലണ്ടൻ കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലാക്കുന്നത് ബക്കിംഗ്ഹാം പാലസും ലണ്ടൻ ബ്രിഡ്ജൊക്കെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വരണമെന്ന് വിചാരിച്ച ഒരു സ്ഥലമാണ് ബക്കിംഗ്ഹാം പാലസ്. കാരണം നമ്മുടെ പുറയിലുള്ളത് ബക്കിംഗ്ഹാം പാലസ് ആണ്. 1703 ബക്കിംഗ്ഹാം പാലസ് ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ടത്. 1761 കിങ് ജോർജ് മൂന്നാമൻ ബക്കിംഗ്ഹാം പാലസ് സ്വന്തമാക്കി. പിന്നീട് മോഡിഫൈ ഒക്കെ ചെയ്ത് ക്വീൻ വിക്ടോറിയയുടെ ഭരണകാലത്ത് ഇത് ബ്രിട്ടീഷ് രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയൊക്കെ ഔദ്യോഗിക വസതിയാണ്. ഏകദേശം 775 മുറികളുണ്ട് ഈ ഒരു ബക്കിംഗ്ഹാം പാലസിൻ്റെ ഉള്ളിൽ. ഒരുപാട് റോയലായിട്ടുള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നടക്കാറുണ്ട്. കിങ് ചാൾസ് മൂന്നാമനാണ് ഇപ്പോൾ ഈ ഒരു ബക്കിംഗ്ഹാം പാലസിൽ താമസിക്കുന്നത്. വിക്ടോറിയ കാലഘട്ടത്തിന് ഓർമ്മിപ്പിക്കുന്ന ഒരു സ്മാരകം. ബക്കിംഗ്ഹാം പാലസിനോട് ചേർന്ന കിങ്സ് ഗാലറിയാണ്. ബക്കിംഗ്ഹാം പാലസിൻ്റെ സൈഡിൽ കൂടെയുള്ള വഴിയാണ്. ഇതാണ് നമ്മുടെ റോയൽ ഗാർഡൻ. ബക്കിംഗ്ഹാം പാലസിൻ്റെ അടുത്തുള്ള റോയൽ ഗാർഡൻ. ഏതാ മടുക്കും. നോട്ട് സ്വാൻ. ഇതാണ് വെസ്റ്റ്മിൻസ്റ്റർ ആബേ. ബക്കിംഗ്ഹാം പാലസിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ബിൽഡിങ്ങിലാണ് റോയൽ കിങ്സിൻ്റെ ഒക്കെ കിരീടധാരണമൊക്കെ നടക്കുന്നത്. ഏകദേശം 1000ഓളം വർഷം പഴക്കമുള്ള ഒരു ചർച്ചാണിത്. ഏകദേശം 1700 മുതലുള്ള ഒരു ചർച്ചാണിത്. ബ്രിട്ടനിലെ രാജാക്കന്മാരുടെ രാജ്ഞിമാരുടെ ഒക്കെ കിരീടധാരണം നടക്കുന്ന സ്ഥലം. ഇവിടെ നമുക്ക് കയറണമെങ്കിൽ 31 പൗണ്ടാണ് ഒരു അഡൾട്ട്. അകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് റോയലായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ബക്കിംഗ്ഹാം പാലസിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ ആബേ. ഇപ്പോൾ ലണ്ടനിൽ വരുന്നവർക്ക് കാണാൻ പറ്റിയ ഒരു വേറൊരു സ്പോട്ടാണിത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റിയ വേറൊരു അട്രാക്ഷനാണ് ബിഗ് ബെൻ. അതായത് ബിഗ് ബെൽ എന്നുള്ളത് പിന്നീട് ബിഗ് ബെന്നായി മാറിയതാണ്. ഒരു ക്ലോക്ക് ടവറാണ്. ആ ഒരു ക്ലോക്ക് ടവറിൻ്റെ 4 ഭാഗത്തായിട്ട് 4 സൈഡായിട്ട് ക്ലോക്കിൻ്റെ റീഡിങ്സ് ആയി കാണാൻ പറ്റും. അതുകൊണ്ട് വലിയൊരു ബെല്ലുണ്ട്. ഓരോ മണിക്കൂറിൽ ബെല്ലടിക്കും. ഇടയ്ക്ക് നമുക്ക് ബെല്ലടിക്കാം. ഇവിടെ UK വരുമ്പോൾ നമുക്ക് ഈ ഒരു ബിഗ് ബെല്ല് ഒരു മെയിൻ അട്രാക്ഷനാണ്. നല്ല തിരക്കുണ്ടെന്ന് സമ്മറായതുകൊണ്ട്.
ഗൈസ് ഇതാണ് UK പാർലമെന്റ് സ്ക്വയർ. ബിഗ് ബെൻ അതിനോട് ചേർന്ന് തന്നെ ബിൽഡിംഗ് ആണ് ഈ പാർലമെന്റ് ഹൗസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വിൻസെന്റ് ചർച്ചിലെ സ്റ്റാച്ചു ആണ്. വിൻസെന്റ് ചർച്ചിൽ വാർ റൂംസ് ഇവിടെ കാണാം. ഡൗണിംഗ് സ്ട്രീറ്റ് ഉണ്ട് ഇവിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസ്. മെയിൻ ഭരണസ്ഥിരാ കേന്ദ്രമാണ് ക്യാബിനറ്റ് വാർ റൂംസ്. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് ഡൗണിംഗ് സ്ട്രീറ്റ്. ഡോവർ ഹൗസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സ്കോട്ട്ലൻഡ്. ഇവിടെയാണ് റോയൽ ഗാർഡ്സിൻ്റെ കേന്ദ്രം. കുതിര തൊഴിക്കുന്ന കുറേ ട്രോള് വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ മുന്നിൽ നിന്നാണ് റോയൽ ഗാർഡ്സിൻ്റെ കേന്ദ്രം. ഹൗസ് ഓഫ് റോയൽ ഗാർഡ് കിങ്സ് മൗണ്ടഡ് ബോഡി ഗാർഡാണ്. ഹോഴ്സസ് മേ കിക്ക് ഓർ ബൈറ്റ്. ചിലപ്പോൾ ചവിട്ടാനോ തൊഴിക്കാനോ കടിക്കാനോ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്രോപ്രൈറ്റ് അഗ്രസീവായിട്ടുള്ള ഹോഴ്സാണ്. UK പ്രൗഢഗംഭീരമായ സമയത്ത് ഇവിടെയൊക്കെ നടക്കും പട്ടാളക്കാർക്ക് വലിയ ഗോഡും അല്ലേ സിനിമകളിലൊക്കെ. ഇവിടെ നമുക്ക് ജസ്റ്റ് വരിക, ഫോട്ടോ എടുക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ലണ്ടനിലെ ടവർ ബ്രിഡ്ജിനാണ് എല്ലാവരും ലണ്ടൻ ബ്രിഡ്ജായിട്ട് പറയാറ്. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ ലണ്ടൻ ബ്രിഡ്ജ്. ഈ ഒരു ബ്രിഡ്ജ് കണ്ടുകഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നില്ല. പക്ഷേ ഏകദേശം 2000 വർഷത്തിൻ്റെ ഒരു ചരിത്രമുണ്ട് ഈ ഒരു ബ്രിഡ്ജ്. ലണ്ടനിലെ ബിസിനസ്സും അതുപോലെ ലണ്ടൻ്റെ വളർച്ചയൊക്കെ കൺട്രോൾ ചെയ്തിരുന്ന ഈ ഒരു ബ്രിഡ്ജ് വഴിയായിരുന്നു. ഒരുപാട് ചരിത്രമുള്ള ഒരു ബ്രിഡ്ജാണ് ഈ ഒരു ലണ്ടൻ ബ്രിഡ്ജ്. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമുക്ക് ടവർ ബ്രിഡ്ജും കാണാം. ടവർ ബ്രിഡ്ജ് നമുക്ക് ടിക്കറ്റ് എടുത്താണ് കയറുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ടിക്കറ്റിൽ ഇത് വെറുതെ പബ്ലിക് നോർമൽ ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ലണ്ടൻ ബ്രിഡ്ജ്. ലണ്ടനിൽ വരുന്നവർക്ക് മിസ് ചെയ്യാൻ പറ്റാത്തൊരു ബ്രിഡ്ജാണിത്. ലണ്ടനിലെ പ്രസിദ്ധമായ തേംസ് നദിക്ക് കുറുകെയുള്ള ഈ ഒരു ബ്രിഡ്ജ് ക്രിസ്തുവർഷം 50ഓടെയാണ് ഇവിടെ ആദ്യമായിട്ട് നിർമ്മിക്കപ്പെട്ടത്. പിന്നീട് ഇത് പലതവണ പൊളിച്ച് മാറ്റി പുതിയത് പണിതിട്ടുണ്ട്. ഇത് 1973 ഉദ്ഘാടനം ചെയ്ത ബ്രിഡ്ജാണ് ഈ കാണുന്ന ഈ ഒരു മോഡേൺ ലണ്ടൻ ബ്രിഡ്ജ്. അപ്പോൾ എല്ലാവരും തെറ്റിയിരിക്കുന്ന ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ടവർ ബ്രിഡ്ജാണ്. പക്ഷേ ഇതാണ് യഥാർത്ഥ ലണ്ടൻ ബ്രിഡ്ജ്. ഒരുപാട് പഴക്കമുള്ള, അതായത് ഒരുപാട് ചരിത്രമുള്ള ലണ്ടൻ ബ്രിഡ്ജ്. അപ്പോൾ UK വരുന്നവർ ഫേസ് ചെയ്യാത്തൊരു സ്ഥലമാണ് ഈ ഒരു ലണ്ടൻ ബ്രിഡ്ജ്. 35-34 ഡിഗ്രീൻ്റെ അടുത്തൊക്കെ ഉണ്ട് ടെമ്പറേച്ചർ. അതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതാണ് ലണ്ടനിലെ പ്രസിദ്ധമായിട്ടുള്ള ടവർ ബ്രിഡ്ജ്. 1886 നിർമ്മാണം ആരംഭിച്ച ഈ ഒരു ടവർ ബ്രിഡ്ജ് 8 വർഷത്തിന് ശേഷമാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. ഈ തേംസ് നദിക്ക് കുറുകെയാണ് ഈ ടവർ ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ ഈ ടവർ ബ്രിഡ്ജിൻ്റെ സെൻറ്റർ ഭാഗം ഉയർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഷിപ്പുകൾക്കും ബോട്ടുകൾക്കൊക്കെ ഈ ടവർ ബ്രിഡ്ജ് ഈസി ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും. താഴെ വണ്ടികൾ, പുഴ, ഞാൻ പോകാൻ താഴേക്കൊക്കെ എൻ്റെ പ്രശ്നം.
താഴേക്ക് നോക്കാതെ പോകണ്ട. ഈ ഒരു ടവർ ബ്രിഡ്ജിൻ്റെ മെയിൻ്റനൻസ് ടീമിൽ ഇന്ത്യക്കാരടക്കം കുറേ പേരുണ്ട്. പല രാജ്യങ്ങളിൽ നിന്നായിട്ടുള്ള ഒരു എൻജിൻ റൂമിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ടവർ ബ്രിഡ്ജിലെ എൻജിൻ റൂം. സ്റ്റീം എൻജിൻസ് ആണ്. UK തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടൗണാണ് ലണ്ടനിലുള്ള ഈ ചൈന ടൗൺ. 1950 ഹോങ്കോങ്ങിൽ നിന്ന് ചൈനയിൽ നിന്നൊക്കെ കുടിയേറിയ ചൈനക്കാർ ഇവിടെ വന്ന് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഇവിടെ ഒരു ചൈനീസ് കമ്മ്യൂണിറ്റിൻ്റെ ഒരു കേന്ദ്രമായി. ഇവിടെ ഈ ചൈനീസ് ന്യൂ ഇയറിൻ്റെ സമയത്താണെങ്കിൽ ഇവിടെ ഡ്രാഗൺ ഡാൻസ്, പിന്നെ ചൈനീസ് വെടിക്കെട്ട്, അതൊക്കെ ആയിട്ട് ഇവിടെ ഭയങ്കര ആഘോഷമാണ്. ഇതാണ് ഇവിടുത്തെ യുക്കിലെ ഫേമസ് ചൈനീസ് മാർക്കറ്റ്. ഒരുപാട് ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണ്. ചൈനീസ് റെസ്റ്റോറൻറ്റുകൾ, ചൈനീസ് ബേക്കറീസ്, ഇങ്ങനെ മൊത്തം ചൈനക്കാരുടെ ഒരു കളിയാണ്. നല്ല തിരക്കാണ്ടോ, നല്ല തിരക്കാണ്. ചെയ്യാൻ പറ്റിയ വേറൊരു സംഭവമാണ് ലണ്ടനിലെ കേബിൾ കാർ സർവീസ്. ലണ്ടൻ സെൻറ്ററിൽ നിന്ന് ഔട്ടർ ലണ്ടനിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു കേബിൾ കാർ സർവീസ് ഉള്ളത്. ലണ്ടൻ്റെ കുറച്ച് ആകാശ കാഴ്ചകളൊക്കെ ഈ ഒരു കേബിൾ കാർ സർവീസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം. നല്ലൊരു ആക്ടിവിറ്റി ആയിരിക്കും ലണ്ടനിൽ വരുന്നത്. ഔട്ടർ ലണ്ടനിലാണ് ഈ ഒരു കേബിൾ കാർ സർവീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ലണ്ടൻ സിറ്റിയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് പ്രയാസമാണ്. പക്ഷേ ഇവിടുത്തെ ഈ ഒരു കേബിൾ കാർ മിസ്സാക്കരുത്. നല്ല സ്പീഡിലാവുന്നത്, നല്ല ഹൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. അവിടെ ഒരു റൺവേ കാണാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കറങ്ങി നമ്മുടെ വീട്ടിൽ പോകും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ലണ്ടനിൽ വരുന്നവർക്കൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ലണ്ടനിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അട്രാക്റ്റീവായിട്ടുള്ള വേറൊരു സംഭവമാണ് ലണ്ടൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഈ ഒരു ലണ്ടനായി. ന്യൂ ഇയറിൻ്റെ സമയത്തൊക്കെ ഇവിടെ ഒരുപാട് ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഒരുപാട് ആൾക്കാർ തിങ്ങി നിറയുന്ന ഒരു സ്ഥലമാണിത്. ഈ ഒരു ലണ്ടനായി 2000-ലാണ് ഓപ്പൺ ചെയ്തത്. ഇപ്പോഴിത് നല്ല സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നത്. ടിക്കറ്റ് എടുത്ത് കയറുന്നവരുടെ എണ്ണം ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിന് നല്ല വരുമാനമാണ് ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തേംസ് റിവറിൻ്റെ സൈഡിലുള്ള ഈ ഒരു ലണ്ടനായി കൂടി നമുക്ക് ലണ്ടൻ്റെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയാം. നല്ല തിരക്കാണ്. സമ്മർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇന്നുണ്ട്. ലണ്ടൻ്റെ സിറ്റി മൊത്തം നമുക്ക് ഇവിടുന്ന് നല്ല വ്യൂ ആയിട്ട് കാണാം. ഇവിടെ താഴെ നല്ല തിരക്കുണ്ട്. ഇവിടെ നോക്കുമ്പോൾ മനുഷ്യരുടെ താഴെ കൊല്ലിയായിട്ടുള്ള ഉറുമ്പ് പോലെ. ഇപ്പോൾ നമ്മളെ ഏറ്റവും ടോപ്പിലുള്ള വ്യൂ ആട്ടത് ലണ്ടനൈൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ ലണ്ടനായി കയറി കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോഴും കുറേ പേര് ലണ്ടനിലുള്ളവരൊക്കെ കയറാത്തവരുണ്ട്. പക്ഷേ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നുന്നത്. മസ്റ്റ് വാച്ചാണ്. ലണ്ടനെയും മിസ്സാക്കരുത്. ലണ്ടനിൽ വരുന്നവർക്ക് ചെയ്യാൻ പറ്റിയൊരു ആക്ടിവിറ്റിയാണ് ഇവിടുത്തെ ഈ ഒരു ബോട്ട് ക്രൂയിസ് ഷിപ്പിലുള്ള ഈ ഒരു ബോട്ട് യാത്ര. അപ്പോൾ ചില എൻട്രി ടിക്കറ്റിൻ്റെ ഒപ്പം കോംബോ ആയിട്ട് ഈ ഒരു പാക്ക് ഉണ്ട്. നമ്മൾ അങ്ങനെയാണ് എടുത്തത്. ബസ് റൈഡും ഈ ബോട്ട് റൈഡും കൂടി ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോട്ട് റൈഡൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഊബർ ബോട്ട്. നോക്കിക്കഴിഞ്ഞാൽ HMS ബെൽഫാസ്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. ന്യൂസായിട്ട് കിടക്കുകയാണത്. ലണ്ടനിൽ വരുമ്പോൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയ വേറൊരു സ്പോട്ടാണ് മാഡംസ് റിസോർട്ട് എന്നുള്ള ഈ ഒരു മ്യൂസിയം. ഇവിടെ നമുക്ക് ടിക്കറ്റ് എൻട്രി ആണ്. Oh yeah. Oh my God. Red carpet. ഡികാപ്രിയോനെ കണ്ടോ? കറക്റ്റ് ഒറിജിനൽ ആളെ പോലെ ഇരിക്കണല്ലേ. ഇതാരാണ് ചേച്ചി? ബോളിവുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോളിവുഡ് അല്ലേ ലോകത്ത് ഫേമസ്. ഫസ്റ്റ് തന്നെ അമിതാഭ് ബച്ചൻ, ഷാരൂഖ് ഖാൻ്റെ ഒക്കെ പ്രതിമ. നമ്മുടെ ഇന്ത്യൻ സിനിമാ താരങ്ങൾ
മസാല ടീ. ജെയിംസ് ബോണ്ടിലെ നടന്മാർ. കത്രീന കൈഫിന്റെ മെഴുക് കൊടുത്തു. കുറെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ പേര്. ഒബാമേനൊന്നും ആർക്കും വേണ്ടേ, പാവ ഒബാമ. എക്സ്പോയുടെ നൈറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ആൾക്കാരെ ആവശ്യത്തിൽ ഒഴിച്ച് കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. ഇത് സെൽസിലേക്ക് പോകണം. ഹാങ്ഡ് ഫോർ മാർക്കർ കുന്തത്തിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഗേറ്റിൽ തല വെട്ടിയിട്ട് ഇഷ്ടംപോലെ സംഭവങ്ങളാണ് ഇതിൻ്റെ കാണാൻ. Thank you. Guys, it's on the height. Like going back to 400 years. Bodies. വിക്ടോറിയന്റെ കാലഘട്ടം. വിക്ടോറിയൻ കാലഘട്ടത്തിലാണ് UK ഇന്നത്തെ UK ആയത്. യുദ്ധം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളപ്പോൾ ലണ്ടനിലുള്ള നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്കാണ് പോണേ. ഒരുപാട് ദിനോസറുകളുടെയൊക്കെ ഫോസിലുകൾ ഇവിടെ ഉണ്ട്. പബ്ലിക്കിന് ഫ്രീ ആണ്. ഇതെല്ലാം ഒറിജിനലാണ്. ഒരു കാലത്ത് ജീവിച്ചിരുന്ന ജീവികളാണ് ഇതൊക്കെ. നാമത്തിൻ്റെ അസ്ഥികൂടെ കുറേ ഉണ്ട് കാണാൻ കേട്ടോ. നമുക്ക് എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റി.
ഇത് നമ്മുടെ സിനിമ കണ്ടല്ലേ, ഇത് വാലും കൊണ്ടടിക്കുന്നത് 71 മില്യൺ വർഷം പഴക്കമുണ്ടായിരുന്നു. അതിൽ മാംസം കൂടി വരുമ്പോഴേക്ക് ഇത്രയും കനത്തിലെ ജീവികളുണ്ടാവും. തേൻ കുടിക്കണേ. ലണ്ടനിൽ വന്നിട്ട് ഞങ്ങൾ പോയ വേറൊരു സ്ഥലമാണ് ഇവിടെയുള്ള ഹിച്ചിങ് ലാവണ്ടർ ഫീൽഡ്സ്. UK തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ലാവണ്ടർ ഫീൽഡ്സ് ആണിത്. Snow White said to the witch, I'm quite impressed by the wares that you sell. I can tell they look so fine, they'll taste divine. But though I need apples for my apple cake, I've become a bit more cautious of late. And so here's the thing I would like to know. So far, my life has both bad ഫുള്ളി ബ്ലൂംഡ് ആയിട്ടില്ല. ഒരു ജൂലൈ ഒക്കെ ലാവണ്ടർ പൂക്കളൊന്നും ഏതായാലും കുറച്ച് ഭാഗത്ത് നല്ല രസമാണ്. I don't want to sign up for a story unless I can be sure it has a fairy tale ending. അപ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യേണ്ട ഒരു മസ്റ്റ് പ്ലേസ് ആണ് ഹിച്ചിങ് ലാവണ്ടർ. ക്വീൻ എലിസബത്ത് ഒക്കെ ഇവിടെ വിസിറ്റ് ചെയ്തു. Snow White said to the prince, I really enjoyed that kiss I have missed. The human touch so much, but before വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ Insta360 X5 കൊണ്ടുള്ള വിഷ്വൽസ് നിങ്ങൾക്ക് വേറിട്ടൊരു അനുഭവമായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഷോർട്ട് ബൈ.